എന്താ സംഭവം നിങ്ങൾക്കറിയോ? ബിഗ് ബോസ് കഴിഞ്ഞു. ബിഗ് ബോസ് കഴിഞ്ഞപ്പോഴത്തേനും ജിഷിൻ ഉണ്ടല്ല, ജിഷിൻ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഇന്റർവ്യൂവിനകത്ത് ജിഷിൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ജിഷിൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി ആർ വേണമായിരുന്നു. പി ആർ ആണ് പി ആർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, പി ആർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. വീട്ടിലോട്ട് ഉള്ള പല ആളുകളും വോട്ട് ചെയ്യാറില്ല. നിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ആരും വോട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ വോട്ട് ചെയ്യുന്നത് മൊത്തം പി ആറിന്റെ കളികളിലാണ് വോട്ടുകളെല്ലാം തിരിയുന്നത്. പി ആർ ആണ് ഈ ഗെയിം മൊത്തം ഇതാക്കിയത്. പി ആറിന്റെ മാങ്ങാത്തൊലി, പി ആറിന്റെ തേങ്ങ എന്ന് പറഞ്ഞിട്ട് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സാധനത്തിനെ പല ആൾക്കാരും എടുത്ത് റിയാക്ട് ചെയ്ത സമയത്ത് ഈ പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനിമോള്, അത് ഒരു സംശയമില്ല. പി ആർ എന്ന് പറഞ്ഞാൽ അനിമോള്. അപ്പോൾ അനിമോളെ ഇഷ്ടപ്പെടുന്ന കുറേ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ, ഇവരെല്ലാം നീ അനിമോളെ പറയുന്നോളാം, മറ്റവനെ മറിച്ചവനെ നിന്റെ ഓലക്കാട മൂട് മറ്റേ എടുത്തിട്ട് പോടാ എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അനിമോളെ ഇഷ്ടമില്ലാത്ത കുറേ ആളുകൾ വന്നിട്ട് ഇവൻ പറഞ്ഞത് കറക്റ്റ്, ഇവനാണ് ശരി എന്നുള്ള രീതിയിൽ സംസാരിച്ചു. നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന കുറേ ആളുകൾ യഥാർത്ഥത്തിൽ ഇതെന്താണെന്ന് മനസ്സിലാക്കി ഇതിനെതിരെ സംസാരിച്ചു. അപ്പോൾ ഈ ജിഷിൻ്റെ വളരെ അടുത്ത ഫ്രണ്ടാണ് നമ്മുടെ അനിമോളും മറ്റേ പുള്ളിക്കാരനും ഷാനവാസും. അപ്പോൾ പുള്ളിക്കാരന് ഈ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പാളിയല്ലോ, അനിമോളെ കുറിച്ച് പറയുകയും ചെയ്ത് ഇനി ആ പെങ്കുച്ചിൻ്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും ഞാൻ എന്നുള്ള സാധനം പുള്ളിക്കാരന് പിടികിട്ടിയത്. പുള്ളിക്കാരൻ ഈ റിയാക്ഷൻ ചെയ്തവർക്കെതിരെ ഒരു വീഡിയോ ചെയ്തു. മെജോറിറ്റി പല ആൾക്കാരുടെ മോശമായിട്ടുള്ള ഭാഷയും നിങ്ങൾക്ക് നെഗറ്റീവ് പറയുന്നതിനാ, നിങ്ങൾക്ക് പോസിറ്റീവ് പറഞ്ഞൂടെ എന്ന് ചോദിക്കുന്ന കുറേ ആൾക്കാരുടെ ശബ്ദമായിട്ട് തന്നെയാണ് ജിഷിൻ വന്നിരിക്കുന്നത്. നമുക്ക് ഏതായാലും ജിഷിൻ ഇതിന് മറുപടി പറഞ്ഞ മറുപടി പ്രസംഗം നമുക്ക് മേലെ, മറുപടി പ്രഭാഷണം നമുക്കൊന്ന് കേൾക്കാം. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താണ് ഈ പി ആർ എന്ന് പറയുമ്പോൾ, എന്തിനാണ് നിങ്ങൾ എല്ലാവരും കൂടി അപ്പം തന്നെ കെട്ടിപ്പറിക്ക് അനുവിന്റെ മേലോട്ട് പോകുന്നത്? അനുവല്ലേ അവിടെ മൊത്തം പി ആർ എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുന്നേ. ഞാൻ 50,000 കൊടുത്ത്, ഞാൻ 1 ലക്ഷം കൊടുത്ത്, 15 ലക്ഷം എന്നോട് ചോദിച്ചു. പി ആറിനെ ഞാൻ കെട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പി ആർ എന്ന് അനിമോൾ തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. സ്വാഭാവികമായിട്ടും ആ ജിഷിൻ ആ ഇന്റർവ്യൂ കൊടുത്തു. ആ ഇന്റർവ്യൂ ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല കേട്ടോ. ആ കൊടുത്ത സാധനത്തിനകത്തൊന്നും ഞാൻ അനിമോളെ അല്ല കേട്ടോ, ഞാൻ മൊത്തത്തിലുള്ള പി ആറിനെ പറഞ്ഞതും ഇല്ല. സോ അത് അനിമോളിൽ ആ ഒരു കിരീടം നമ്മൾ ചാർത്തി കൊടുത്തിരിക്കുകയാണല്ലോ, അതുകൊണ്ടാണ് പി ആർ എന്ന് പറയുന്നത് അനിമോളുടെ പടലിക്കോട്ട് കയറുന്നത്. നമുക്ക് ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഞാൻ അനിമോളെ ഒഴിച്ചു വെച്ചിട്ട് ബാക്കിയുള്ളവരെ കുറിച്ച് പറയണമായിരുന്നു. പറഞ്ഞില്ലോ. എന്താണ് മിസ്റ്റർ ബ്ലോഗ്സ് നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത്? അതുൽ വ്ലോഗ്സിനെയാണ് പറയണത്. അതുൽ വ്ലോഗ്സ് ആണ്. പിന്നെ സംസാരിക്കുന്ന ഒരു രീതിയില്ല നിങ്ങൾക്ക്. ഒരാളെ പറ്റി സംസാരിക്കുമ്പോൾ കുറച്ചൊക്കെ റെസ്പെക്ട് ഇതിനകത്ത് അതിലിപ്പോ ഒരുപാട് റെസ്പെക്ട് കൊടുത്തിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. ഒരു പഴയ അതിനൊരു കടന്നകാലം ഉണ്ടായിരുന്നു. ആ സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് എടുത്തിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ പുള്ളി പറയേണ്ടതേ പറയത്തുള്ളൂ. പുള്ളിയുടെ ഇപ്പോൾ ഓരോ വ്ളോഗർമാരും അവരുടെ റിയാക്ഷൻ, അവരുടെ ഉള്ളിൽ നിന്നുള്ള ഫീലിങ്സ് ആണ് കാണിക്കുന്നത്. അതിൽ അങ്ങനെ ഒരു ഓഡിയൻസ് ആണ് അതിലിനെ കാണുന്നത്. അതിലിനെ ഇഷ്ടപ്പെടുന്ന ഓഡിയൻസിന് അങ്ങനത്തെ സാധനമാണ് വേണ്ടത്. പുള്ളിക്കാരൻ്റെ റിയൽ ആയിട്ടുള്ള വികാരം പുള്ളി കാണിക്കുന്നത്. ഞാൻ ഇങ്ങനെയാണ് കാണിക്കുന്നത്, എന്നെ ഇങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ഇഷ്ടപ്പെടുന്നത്. ഗോപ്രമച്ചൻ അങ്ങനെ കാണിക്കുന്നത്, അങ്ങനെയുള്ളതായിരിക്കും ഇഷ്ടപ്പെടുന്നത്. പക്ഷെ അത് മറ്റൊരാൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഗണിക്കേണ്ടതായിരുന്നു. സംസാരിക്കാൻ പഠിക്കൂ. ഇങ്ങനെയൊക്കെയാണോ ഒരു യൂട്യൂബിൽ നമുക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്? ഒരാൾക്ക് വളരെ മര്യാദക്ക് മാന്യമായിട്ടൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാലോ, റിയാക്ഷൻ വീഡിയോ ചെയ്യാലോ. ആ പറയുന്ന ഗോപ്രോ മച്ചാൻ, ആ ചേട്ടനൊക്കെ എന്ത് മാന്യമായിട്ട്. ഗോപ്രോ മച്ചാന് ഫ്രീ പ്രൊമോഷൻ കിട്ടിയോ? ഇത് എത്ര രൂപ കൊടുത്താലാണെന്നറിയോ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ഒരു താരത്തിന് ഇതുപോലെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് പ്രൊമോഷൻ കിട്ടുന്നത്? ഫ്രീ പ്രൊമോഷൻ. ഗോപ്രോ മച്ചാൻ എടുത്തിട്ട് പൊക്കോ എന്ന് പറഞ്ഞ് ഗോപ്രോ മച്ചാന് പ്രൊമോഷൻ കൊടുത്തിരിക്കുകയാണ്. എനിക്ക് പൊതുവേ ഗോപ്രോ മച്ചാൻ്റെ വീഡിയോസൊക്കെ നല്ല ഇഷ്ടമാണ്. പുള്ളിക്കാരൻ്റെ അവതരണമൊക്കെ നല്ല രസമാണ്. എനിക്ക് അതിൻ്റെ വീഡിയോസും ഇഷ്ടമാണ്. അതിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പഴയ ഒരു ഇച്ചിരി ഹാർഷായിട്ട് പറയുന്ന സാധനങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് അതിൻ്റെ വീഡിയോയിൽ മാറ്റമുണ്ട്. ഇതൊന്നുമല്ല പുള്ളിക്കാരൻ പറയുന്നത്, ജിഷിൻ പറയുന്ന പ്രധാന വിഷയങ്ങളെ കുറിച്ച് നമുക്ക് കേൾക്കാം. നമ്മുടെ ഫ്രണ്ട്സ്, ഈ പറയുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രയോറിറ്റി നമുക്ക് കൊടുക്കില്ലേ? ആ പ്രയോറിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം കൂടുതൽ ഞാൻ എപ്പോഴും അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയാൽ ആ ഇഷ്ടം കൂടുതലുകൊണ്ടാണോ പുറത്തിറങ്ങി വന്നിട്ട് പി ആറിനെ കുറിച്ച് ഇന്റർവ്യൂ എടുത്തേ? ഇല്ല, ഇന്റർവ്യൂ ആയിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. ആ ഇന്റർവ്യൂവിനകത്ത് അത് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അനിമോളെ പുറകിൽ നിന്ന് കുത്താതെ നേരെ പോയി മുമ്പിൽ നിന്ന് കുത്തിയ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അനിമോളെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് പൊളിയും. അപ്പോൾ അവര് താങ്കൾക്കെതിരെ സംസാരിച്ചാണ് അതിന് ഈ കൊച്ചു പിള്ളേരെ പോലെ വന്നിട്ട് കരയുന്നതിന് കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന ഫൈനൽ വീക്കിൽ അവിടെ ചെന്നിട്ട് എല്ലാവരും കൂടി കയറി അറ്റാക്ക് ചെയ്തപ്പോഴും മറ്റേ പി ആറിന് നമ്പർ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കേസ് വന്നപ്പോഴും ഞാനായിരുന്നു കൂടുതൽ പിന്നെ എന്താ പറയാ അവിടെ പോയിട്ട് അവിടെ അതിന്റെ നിജസ്ഥിതി അറിഞ്ഞ് ഓക്കെ ഇങ്ങനെയാണ് എല്ലാം എനിക്ക് ആ പടം എന്റെ വീട്ടുകാരുടെ നമ്പർ മാത്രമേ അറിയൂ എന്നൊക്കെ അവിടെ എൻ്റെ അടുക്കല്ലേ പറഞ്ഞത്. അത് ഇതൊന്നും കാണുന്നില്ലേ?
ഇതൊക്കെ കണ്ടിട്ട് 24 മണിക്കൂറും നിങ്ങൾ ഈ പറയുന്ന ലൈവ് കാണുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഇതൊന്നും കണ്ടിട്ടില്ലായിരുന്നു. അത് കണ്ടിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ കണ്ടായിരുന്നു. അത് കണ്ട സമയത്ത് അതിനെക്കുറിച്ച് പല ആൾക്കാരും സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബിഗ് ബോസിനകത്തേക്ക് പുള്ളി റീ എൻട്രി ചെയ്ത സമയത്ത് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കി. പുള്ളിക്കാരിന് അനുമോൾ ഇരുന്ന് വിഷമിച്ചപ്പോഴത്തേനും അനുമോളോട് സംസാരിച്ച് അനുമോൾക്ക് പുറത്തേക്കൊരു എക്സ്പോഷർ കൊടുത്തു. ഇതാണ് ശരിക്കും സംഭവിച്ചെന്നുള്ള സാധനം പുറം ലോകത്തെ അറിയിച്ചു. അതിനുശേഷം പുറത്തിറങ്ങി വന്നിട്ട് പി ആറിനെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേനും ഒരുപാട് ചർച്ചകൾ നടക്കും. പി ആർ എന്ന് പറഞ്ഞാൽ അനുമോൾക്കെതിരെ ഒരുപാട് അലിഗേഷൻ വരുന്ന സമയത്ത് പുള്ളിക്കാരന് വന്ന് പി ആർ ഉണ്ടെങ്കിൽ ജയിക്കാൻ പറ്റൂ, പി ആർ അങ്ങനെയാണ്, പി ആർ ഇങ്ങനെയാണ്, പി ആർ വിചാരിച്ചു കഴിഞ്ഞാൽ വോട്ട് മറിക്കാൻ പറ്റും, പി ആർ സാധാരണ ജനങ്ങൾ വോട്ട് ചെയ്യുന്നില്ല, പി ആർ ആണ് വോട്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴും വന്നിട്ട് പുള്ളിക്കാരൻ പി ആറിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ അത് ഹൗസിൽ വെച്ച് അദ്ദേഹം അനുമോളെ സപ്പോർട്ട് ചെയ്തിരുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ചേർക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന ആൾക്കാർ എന്ത് പറയണമെന്നുള്ള തീരുമാനം അവരുടേതല്ലേ. 10 വർഷം ഒരു നല്ല കാര്യങ്ങൾ ചെയ്തു, 11ാമത്തെ വർഷം ഒരു ചീത്തക്കാര്യം ചെയ്യുമ്പോഴത്തേനും ഓരോ ചീത്തയുടെ അപ്പുറത്ത് നമ്മൾ അവൻ അന്ന് മറ്റേ ഫലിതം നമ്പർ 27 ഒരു നന്മ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ മറ്റേ ബുക്ക് നമ്പർ 43 ഒരു നന്മ, അങ്ങനെ പറയുമോ? നമ്മൾ അപ്പം ചെയ്യുന്ന സാധനത്തിനകത്ത് അപ്പം ഉള്ള റിയാക്ഷൻസ് ആണ് ഇടുന്നത്. ആർക്കും നിങ്ങളോട് യാതൊരു വ്യക്തിവൈരാഗ്യവും ഇല്ല. നിങ്ങളെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനകത്ത് പ്രശ്നമുള്ളതായിട്ട് പലർക്കും തോന്നി. കാരണം അത് അനുമോളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അത് കൊണ്ടു, അനുമോളെ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അനുമോൾ അല്ല ഡിസർവിങ് എന്ന് ചിന്തിക്കുന്ന നമ്മളെപ്പോലുള്ള കുറേ ആളുകൾക്ക് അത് കൊണ്ടില്ല. സംഭവം ലാസ്റ്റ് വീക്കിൽ പോയിട്ട് കുറച്ച് പേര് ആദ്യം അനുമോളെ നല്ലോണം താറ്റിച്ച ആൾക്കാർ തിരിച്ചു വന്നിട്ട് കുറച്ച് പേര് പിന്നെ അവർക്ക് പുറത്ത് സപ്പോർട്ട് ഉണ്ട് എന്താണ് ലക്ഷ്മിയാണ് തോന്നുന്നു കേട്ടോ ഈ പറയുന്നത്. ലക്ഷ്മി ആയതിനെ സാധ്യതയുള്ളൂ. ലാസ്റ്റ് ഫൈനൽ വീക്കിൽ വന്നിട്ട് കുറെ സുഖിപ്പിച്ച് അവളെ കാര്യത്തിന് അവിടെ പോയിട്ട് സംസാരിച്ച് പിടിച്ചും പിന്നെ ഇറങ്ങി കഴിയുമ്പോൾ വീഡിയോ ഒക്കെ ഇട്ടും ഒക്കെ റീച്ച് പിടിക്കാൻ വേണ്ടി ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. അത് അവരുടെ കഴിവാണെന്നേ പറയാൻ പറ്റൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ലക്ഷ്മിയെ തന്നെ എടുക്കുന്നു. ലക്ഷ്മി പുറത്ത് വന്നപ്പോഴത്തേനും കാണുന്നു അനുമോൾക്ക് ഭയങ്കര സപ്പോർട്ടാണെന്ന്, ലക്ഷ്മിക്ക് നല്ല നെഗറ്റീവ് ആണെന്ന്. ലക്ഷ്മി അകത്തോട്ട് പോകുന്നു, അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു, പുള്ളിക്കാരി പോസിറ്റീവായിട്ട് പുറത്തിറങ്ങുന്നു. പുള്ളിക്കാരിക്ക് വിവരം ഉണ്ടെന്ന് ഇതിന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അതേസമയം അനുമോളെ പുറകിൽ നിന്ന് കുത്തി പുറത്ത് വന്നിട്ട് അതേ നിലപാടോടെ വീണ്ടും അകത്തേക്ക് കയറി വീണ്ടും അനുമോളെ ചന്നം പിന്നം കുത്തി വളരെ നെഗറ്റീവായിട്ട് ഈ ശൈത്യ പുറത്തേക്ക് വന്നു. അപ്പോൾ ശൈത്യക്ക് ബുദ്ധിയില്ലെന്നേ ഇതിനകത്ത് പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ അവിടെ ചെയ്യുന്നത് ഞാൻ പോയിട്ട് ഞാൻ ഇങ്ങനെ കേട്ടോ, ഞാൻ ഇങ്ങനെ നിൽക്കത്തുള്ളൂ കേട്ടോ എന്ന് പറയാനല്ല. നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് റീ എൻട്രി കൊടുക്കുന്നത്. അപ്പോൾ അവർ ഉപയോഗിച്ചെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അതിന് നമുക്ക് മോശം പറയാൻ പറ്റത്തില്ല. നല്ലോണം നെഗറ്റീവ് അടിച്ചിട്ട് പുറത്ത് പോയിട്ട് തിരിച്ചു വന്നിട്ട് പോസിറ്റീവ് ആയി പോയ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവരെയൊക്കെ പറയും. പിന്നെ ഈ പറയുന്ന പി ആറിന്റെ എനിക്ക് ഇങ്ങനത്തെ ഈ കേൾക്കുന്ന എനിക്ക് സഹിക്കണം. ആ സാധനം ആ ഇന്റർവ്യൂവിനകത്ത് പി ആർ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞുകൂടായിരുന്നു എനിക്ക് ഈ വീട് കേൾക്കുന്നതിന് ഇഷ്ടമില്ല, വേറെ ചോദ്യം ചോദിക്കുന്നത് പറഞ്ഞുകൂടായിരുന്നോ? അല്ല, അന്നേരം പി ആറിനെ കുറിച്ച് എന്താ അഭിപ്രായം? പി ആർ ഉണ്ടെങ്കിലേ നമുക്കിത് ജയിക്കാൻ പറ്റത്തുള്ളൂ, പി ആർ ആണ് മെയിൻ, പി ആർ അങ്ങനെയാണ്, പി ആർ വോട്ട് മറിച്ചു എന്ന് അന്നേരം പറയണ്ടായിരുന്നല്ലോ. അന്നേരം അങ്ങ് പറയണമായിരുന്നു എനിക്ക് പി ആറിനെ കുറിച്ച് കേൾക്കാൻ താല്പര്യമില്ല, ഇതിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല, എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ പോരായിരുന്നു. അന്നേരം നമ്മൾ അവിടെ ചെന്നിട്ട് അച്ഛൻ പുച്ഛൻ ന്യായീകരിച്ചിട്ട് പുറത്ത് വന്നിട്ട് ചച്ചാ പുച്ച ഞാനൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ പി ആർ എന്ന് പറയുന്നതിന്റെ എന്താ ഞാൻ പറഞ്ഞൊരു കാര്യം എന്താ, പി ആർ കാരണം ശരിക്കും പറഞ്ഞാല് എനിക്കൊരു ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞത്. ഈ പി ആർ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ കൊണ്ടുപോയി അനുമോളെ നെഞ്ചെടുത്തിട്ട് കേൾക്കേണ്ട ആവശ്യം തന്നെ. ഞാൻ മൊത്തത്തിലുള്ള പി ആറിനെ പറ്റിയാണ് പറഞ്ഞത്. ഇതേപോലെ വോട്ട് മറിക്കലും കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞില്ല കേട്ടോ. ഞാൻ മൊത്തത്തിലുള്ള പി ആറിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളാണ്, അനുമോളാണ് പി ആർ. എല്ലാത്തിനും പി ആർ ഉണ്ടെങ്കിലും പി ആറിന്റെ മുടിചൂടാ മന്നൻ അനുവിൻ്റെ കൂടെ ആയിരുന്നു. ഇപ്പൊ പി ആർ കാരണം ജയിച്ചു എന്നാണ് പുള്ളിക്കാരിയെ കുറിച്ച് പറയുന്ന ചീത്തപ്പേര്. അപ്പൊ പിന്നെ പി ആറിനെ കുറിച്ച് പറയുമ്പോഴത്തേനും ചീത്തപ്പേരുമായിട്ട് കണക്ട് ആവും. മനസ്സിലായില്ലേ? ഞാൻ കുറച്ചും കൂടെ എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പായി, ഇതിന് മുമ്പ് നമ്മുടെ കേരളത്തിൽ ഒരു ഭരണം ഉണ്ടായിരുന്നു. ആ ഭരണത്തിന്റെ സമയത്ത് സോളാറുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എവിടെ സോളാർ കേട്ടാലും അവിടെ പോയി ലിങ്ക് ചെയ്തില്ലായിരുന്നു. അതുപോലെയുള്ള സംഭവം. അല്ലല്ല, അത് തെറ്റൊന്നുമില്ല, പറയാം. പക്ഷെ ആ പറയുന്ന കാര്യത്തിൽ പിന്നീട് കരയാതിരുന്നത് മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഈ ഗോപ്രോ മച്ചാൻ ഇതിനു വേണ്ടി പ്രൊമോഷൻ കൊടുത്തേക്ക് മാസ്റ്റർ മൈൻഡ് മെനു ഒരു പ്രൊമോഷൻ എന്താ നമുക്ക് കാര്യല്ലേ. ആരും വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ഞാൻ യോജിക്കുന്നില്ല എന്ന് പറയുന്നത് ഞാൻ അതില് എനിക്ക് ആ പറഞ്ഞതിൽ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അത്
ഇത്രയേ ഉള്ളൂ സംഭവം. ഇതുകൊണ്ടാണ് ഈ പുള്ളിക്കാരൻ വന്ന് പറഞ്ഞത്. കാരണം പുള്ളിക്കാരൻ വന്നിട്ട് പറഞ്ഞു ആരും വോട്ട് ചെയ്യുന്നില്ല, കുടുംബ പ്രേക്ഷകർ ആരും വോട്ട് ചെയ്യുന്നില്ല, നിങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളൂ, ആരും വോട്ട് ചെയ്യുന്നില്ല, PR മൊത്തം വോട്ട് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്ത കുറെ ആൾക്കാർ അപ്പൊ ഞാൻ പൊട്ടന ദിസ് ഈസ് റാങ് ആ ഒരു സെറ്റപ്പ് അവർക്ക് ചിന്ത വന്നപ്പോൾ പുള്ളിക്കാരന് വേണ്ടി ജെന്യൂനായിട്ട് വോട്ട് ചെയ്തവരെ പോലും പുള്ളിക്കാരൻ മാനിച്ചില്ലെന്നൊരു സാധനം വന്നു. സോ അതൊന്നും മാറ്റി പറഞ്ഞേക്കാം, ഇല്ലപ്പണി പാടും എന്ന് പറഞ്ഞ് ചിന്തിച്ചാവാം, അല്ലെങ്കിൽ നമ്മൾ നിന്ന ബിഗ് ബോസിനെതിരെ സംസാരിച്ചെന്ന് ചിന്തിച്ചാണ് പുള്ളി അതിലത് മാറ്റി പറയുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മൾ കാണുന്നത്. സോ പിന്നെ അനുമോള് കിടന്ന് കരഞ്ഞിട്ടുണ്ടാവും, നമ്മളെ തന്നെ ഇങ്ങനെ പറഞ്ഞു, അതൊക്കെ മാറ്റാനായിട്ടായിരിക്കും ഈ സംഭവം. എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഉദ്ദേശിച്ച ആൾക്കാര് നമ്മുടെ വീട്ടിലുള്ള അമ്മമാര്, അല്ലെങ്കിൽ അമ്മയുടെ അമ്മ, അല്ലെങ്കിൽ ഇവരൊക്കെ TV-യിലാണ് കാണുന്നത്. ഇവർക്കൊന്നും ഈ ഹോട്ട്സ്റ്റാറിൽ പോയിട്ട് ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്തിട്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാരല്ല. ഈ ഹോട്ട്സ്റ്റാറിലുള്ളവര് വോട്ട് ചെയ്യുന്നുണ്ട്, അത് എനിക്കും ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ അവരെ പറ്റി ഈ പറഞ്ഞ കാര്യം പറയണോ, ഈ പറയാത്ത കാര്യം എന്തിനാണ് ഈ കൊണ്ടുപോയി പറയേണ്ട ആവശ്യം? പറഞ്ഞ കാര്യം വ്യക്തമായിട്ട് പറയണോ? പറഞ്ഞ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കുഴപ്പമുണ്ടോ? പറഞ്ഞ കാര്യം വ്യക്തമായിട്ട് പറയാത്തതുകൊണ്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ, ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ വരുന്നേ. പുള്ളിക്കാരൻ ഒരു ചാനലിൽ മറ്റേ ഇതുപോലെ യൂട്യൂബ് ചാനലിൽ ഒരു ഇന്റർവ്യൂ ഒക്കെ വരുമ്പോഴത്തേനും പുള്ളിക്കാരൻ മറ്റേ ബുദ്ധിജീവിയായിട്ട് അങ്ങോട്ട് മാറും. അത് കഴിഞ്ഞ് പിന്നെ യൂട്യൂബിൽ വന്നിട്ട് പുള്ളിക്കാരൻ അങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെയാണ് കേട്ടോ എന്നുള്ള സെറ്റപ്പായിട്ട് മാറും. എൻ്റെ അണ്ണ, ഇതിലൊന്നും കഥയൊന്നും ഇല്ല, ഇതൊന്നും വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട. നിങ്ങൾ വീണ്ടും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അവരെടുത്തിട്ട് നിങ്ങൾക്ക് മറുപടി റിയാക്ട് ചെയ്യും. യൂട്യൂബേഴ്സ് ആയിട്ടുള്ള നമുക്ക് ഇതൊക്കെ ഒരു കോണ്ടന്റ് മാത്രമാണ്. നിങ്ങൾ ആ കോണ്ടന്റിന് ഇരയാകാതിരുന്നാൽ നിങ്ങൾക്കുള്ള വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റുകളെ രേഖപ്പെടുത്തൂ. സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. മറ്റൊരു കാണുന്നവരെ ബൈ.